അനുപമയുടെ പേരൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, വരാൻ പറയൂ. നമസ്കാരം മാഡം. ഇരിക്കൂ. അനുപമ പഠിക്കാൻ എങ്ങനെയുണ്ട് വീട്ടിൽ? കുഴപ്പമില്ല, നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അവൾ. രാത്രിയൊക്കെ ഉറക്കൊളിച്ചിരുന്ന് പഠിക്കണം കാണാറുണ്ട്. ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം സ്പോർട്സിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോളൊന്ന് തലകറങ്ങി വീണു. അത് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം. നമ്മുടെ മോൾക്ക് ഈ ഗതി വന്നൂലോ. നീ അവളൊന്നും കൂടിയും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമ്മൾ എന്താ ചെയ്യുക? നീ അവളെ ശ്രദ്ധിക്കുക, എപ്പോഴും കൂടെ ഉണ്ടായാൽ മതി. ഇനിയിപ്പോൾ നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ വിട്ട് പോകണം. നമുക്ക് വീട് വിറ്റേ പുറത്തെവിടേക്കെങ്കിലും പോവാം. അതിപ്പോൾ ഞാനൊരു വഴി കാണുന്നുള്ളൂ. നിനക്ക് എന്തോ ഒരു വിഷമം പോലെ. മോൾക്ക് അമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? മോൾ അമ്മയോട് എല്ലാം പറയാറുള്ളതല്ലേ. ഇന്ന് ഞങ്ങൾ സ്കൂളിൽ വന്നിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം. അനുപമ ഇപ്പോൾ 4 മാസം പ്രഗ്നൻ്റാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയില്ല. ഇതൊരു ഗേൾസ് സ്കൂളാണ്. ഇവിടെ ഒരു റെപ്യൂട്ടേഷനുണ്ട്. അനുപമ ഇവിടെ തുടരുന്നത് നിങ്ങൾക്കും ഞങ്ങൾക്കും അനുപമയ്ക്കും അത് ബുദ്ധിമുട്ടാണ്. മോളുടെ കൂടെ അച്ഛനും അമ്മയുണ്ട്. മോൾക്ക് എന്ത് വേണമെങ്കിലും ഈ അമ്മോട് പറയാം. അച്ഛൻ പോലും അറിയില്ല. മോള് ധൈര്യമായിട്ട് പറഞ്ഞോ. അവളെന്തേലും പറഞ്ഞോ? ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ നമ്മളിവിടെ അധികാരം നിൽക്കാൻ പറ്റില്ല. നിങ്ങളെ ഒറ്റ ഒരുത്തന്നെ അതിന്റെ ഒക്കെ ഉത്തരവാദി. ആ നെറ്റ്വർക്ക് ഒരു കുറി എന്താ നീ പറയണേ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി തലയിലായില്ലേ? ഇനിയിപ്പോ എങ്ങനെ വീട്ടാനാ? പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം നിങ്ങളെ എന്താ ചെയ്തോ.
ഇനിയിപ്പോൾ അവിടെ കേൾക്കുന്നില്ലേ? ആ സാരല്ല, ഈ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ ചേച്ചി. മീനൊന്നും ഇപ്പൊ വേണ്ട. പച്ച ചാളയുണ്ട്, 5-6 എടുക്കട്ടെ? വെട്ടിക്കഴുകി വൃത്തിയാക്കിയൊക്കെ തരാം. വേണ്ടെന്നേ. എന്തു പറ്റി മുഖത്തൊരു വിഷമം? ആ കുറച്ച് പ്രയാസമുണ്ട്. സാറേ, ഡീറ്റെയിൽസ് ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ. ആരാണ്, എങ്ങനെ സംഭവിച്ചു, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം സാർ. അത് വളരെ രഹസ്യമായിട്ട് തന്നെ നമുക്കത് കിട്ടേണ്ടതാണ്. എൻ്റെ മോളുടെ ഭാവി ഓർത്തിട്ടാണ് ഞാനത് പോലീസ് സ്റ്റേഷനിൽ പറയാതിരുന്നത്. സാറാവുമ്പോൾ അത് രഹസ്യമന്വേഷിച്ച് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുമെന്നുള്ള വിശ്വസ്തോടു കൂടിയാണ് സാറിൻ്റെ അടുത്ത് വന്നത്. ഞങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റായ 3 ടീമാണുള്ളത്. അതിലേറ്റവും മികച്ച ടീമിനെ വെച്ചിട്ടാണ് ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. ഓക്കെ സാർ. ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയെപ്പറ്റി നിങ്ങൾക്കറിയാവുന്നതല്ലേ? ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേസ് അന്വേഷിച്ച് രഹസ്യമായി നിങ്ങൾക്ക് വിവരം നൽകുന്നതാണ്. വളരെ ഉപകാരമുണ്ട് സാർ. ചേട്ടാ 2 ചായ. ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ മുന്നേ. ഞങ്ങളിവിടെ അടുത്തൊരു ബാബുവിനെ അന്വേഷിച്ചു വന്നതാ. നിങ്ങൾ അറിയോ ബാബുവിനെ? ഏത് ബാബു? ഇവിടെ 2 ഉണ്ട്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? അതിപ്പോ ഏതാ ഇവിടെ? ബാബു എന്ന് പറയുമ്പോൾ ഒന്നിൽ നമ്മുടെ മുത്താളി ബാബുണ്. പിന്നെ എൻ്റെ പരിചയത്തിൽ ബാബു എന്ന് പറയുമ്പോൾ പുരക്കൽ ബാബുവോ? പുരക്കൽ ബാബുവിന്റെ കാര്യമാണോ പറയുന്നത്? അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം സാറേ. ഈ ബാബു എന്ന് പറഞ്ഞ ആള് സ്ഥലം മാറിപ്പോയത് നിങ്ങൾക്കറിയോ? പുരക്കൽ ബാബുവിന്റെ കാര്യം തിരക്കി നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങൾക്ക് കുറച്ച് സംഖ്യ കിട്ടാനുണ്ടായിരുന്നു, അതറിയാൻ വേണ്ടി വന്നതാണ്. അതെത്ര കിട്ടാനുണ്ട്? അത് കുറച്ചധികം തന്നെ കിട്ടാനുണ്ട് ഞങ്ങൾക്ക്. ഈ നാട്ടിൽ നിന്ന് പലരുടെ കയ്യിൽ നിന്നും ബാബു കാശ് വാങ്ങിയിട്ടുണ്ടോ? ബാബുവാ? അവനോ? അവൻ ഈ നാട്ടുകാരൊക്കെ പറ്റിച്ചിട്ടേ പൈസ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്നോ നെറ്റ്വർക്ക് ഒന്നും പറഞ്ഞ് നടക്കുക. ഇതന്നെ പരിപാടി, തരികടന്നെ. എല്ലാവരും പൈസ വാങ്ങിക്കുക, അങ്ങനെ കൊടുക്കാണ്ടിരിക്കുക. എന്റെ അടുത്തേക്ക് വന്നു ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു, ഞാൻ കൊടുത്തൊന്നുമില്ലേ. ഈ നാട്ടിലുള്ള കുറേ പേർക്ക് കാശ് കൊടുക്കാണ്ട്, വീട്ടിലും പ്രശ്നങ്ങളാ. ഹലോ ദുർഗ. അതെ സാർ. ഞാൻ വിളിച്ചത് അനുപമയുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. സാർ ഞാൻ കണ്ടിരുന്നു. സാർ എന്തായി അതിന്റെ കാര്യം? ആ കേസിന് നമുക്ക് ഇതുവരെ ഒരു ലീഡും കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസും കൂടെ കളക്ട് ചെയ്യാനുണ്ട്. അതിന് അനുപമയുടെ അമ്മയിൽ നിന്നും കൂടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കറിയാം. ഓക്കെ. ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. കുട്ടി സ്കൂളിലെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് അമ്മയോട് സംസാരിക്കാറുണ്ടോ? എല്ലാ ദിവസവും പറയാറില്ല, ചില ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. കുട്ടി പൊതുവെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പഠിക്കുകയാണോ അതോ ഫോൺ നോക്കിയിരിക്കുകയാണോ? അച്ഛൻ്റെ മൊബൈൽ എടുക്കാറില്ല.
എൻ്റെ മൊബൈൽ ഇടയ്ക്ക് കൂട്ടുകാരികളുടെ നോട്ട്സ് എഴുതാനുള്ള രീതിയിൽ ചോദിക്കും, അപ്പം കൊടുക്കാറുണ്ട്. കൊടുക്കുമല്ല എടുക്കൂ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി അല്ലേ? ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്തൊക്കെയാണ് നോക്കുന്നത്, ആർക്കൊക്കെയാണ് മെസ്സേജ് അയക്കുന്നതെന്നും നിങ്ങൾ ശ്രദ്ധിക്കാറില്ല? എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഒക്കെ മോളാക്കി പഠിപ്പിച്ചു തരിക. കുട്ടിക്ക് 4 months ആയിട്ടും പീരീഡ്സ് ആയിട്ടില്ലെന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? അവളിലുണ്ടായ ഫിസിക്കൽ ചേഞ്ചസ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ഇത്രയും സീരിയസ് ആയ ഇഷ്യൂ ഇത്ര ലൈറ്റായിട്ടാണോ നിങ്ങൾ കൈകാര്യം ചെയ്തത്? 5ാം ക്ലാസ്സിലാണ് മോൾക്ക് പീരീഡ്സ് ആയത്. അപ്പൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, പിന്നെ എല്ലാം അറിയാറായി എന്ന് മനസ്സിലായപ്പോൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കുട്ടിക്കെല്ലാം അറിയാമല്ലേ? ഒരു മകൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുമ്പോൾ നമ്മളവരെ കൂടുതൽ ശ്രദ്ധിക്കണം. അമ്മയും മകളും തമ്മിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു പോകുന്നത് വരെ അവരുടെ ഓരോ കാര്യത്തിലും അമ്മമാരുടെ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഒരു അല്പ ശ്രദ്ധക്കുറവ് നേരത്തെ സംഭവിച്ചു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അനുപമയുടെ റൂം ഏതാണ്? നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ പ്രകാരം ഇപ്പോൾ ഡേയിൽ അങ്ങനെ നമുക്ക് സംശയിക്കേണ്ട രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ ഒക്ടോബർ നവംബർ മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഇവിടെ ആരും വരാറില്ല. പിന്നെ പശു ഉള്ളപ്പോൾ കറവക്കാരൻ വന്നിരുന്നു. ആള് പൊതുവെ ഏത് സമയത്താണ് വരുന്നത്? അത് പുലർച്ചെയാണ് വരാറ്. അപ്പോൾ ആരാണ് ആ സമയത്ത് ഉണരാറുള്ളത്? വെളുപ്പിന് പഠിക്കാൻ മോളെ എനിക്കാറുണ്ട്, അപ്പം മോളാണ് എടുത്തു കൊടുക്കാറ്. അയാൾ എവിടെയാണ് താമസം? ഇപ്പോ പണിക്കൊന്നും പോവാൻ വയ്യ, 2-3 വീടുകളിൽ പോകുന്നുണ്ട്. ഇവിടെയാണ് വീടിന്റെ സ്ഥലമെങ്കിൽ 3 പ്രധാന വഴികളാണ് വീട്ടിലേക്കുള്ളത്. നമുക്ക് മുമ്പ് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അവിടെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെയുള്ളത് ചെറിയൊരു പോക്കറ്റ് റോഡാണ്. ആ ഒരു വഴി പാടത്തേക്കുള്ളതാണ്. ആ വഴിയിലൂടെയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും. ആ വഴിയിൽ പ്രധാനമായും കറവക്കാരനാണ് വരുന്നത്. അപ്പോൾ മാം, കറവക്കാരൻ നമുക്ക് സസ്പെക്ട് ചെയ്തൂടെ? അയാൾക്ക് ഒരു 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആയിരിക്കില്ല. ദർ ഇസ് നോ ചാൻസ് ഓഫ് റേപ്പ്. ഇത് കുട്ടിക്ക് വളരെ അടുത്തറിയാവുന്ന ആരോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരൊക്കെ സംശയിക്കാൻ പറ്റും? ഫ്രണ്ട്സ് ആരെങ്കിലും? പക്ഷെ കുട്ടിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ലല്ലോ. ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമുക്കറിയാത്ത മറ്റാരെങ്കിലും ആവാം. ഹലോ ഡോക്ടർ, ഞാൻ വിളിച്ചിരുന്നു. എനിക്ക് അനുപമയുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാണ് കോണ്ടാക്ട് നടന്നിട്ടുണ്ടാവുക? എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കേസിൻ്റെ ഒരു അസംഷനിലെത്താൻ പറ്റുള്ളൂ. ദുർഗ വിളിച്ചപ്പോഴേ ഞാനിവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അനുപമയ്ക്ക് ഇപ്പോഴത്തെ നമ്മളുടെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് 18 വീക്സാണ് പ്രഗ്നൻസി ആയിരിക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു സെപ്റ്റംബർ 30 to ഒക്ടോബർ 7 ഉള്ളിലായിരിക്കും കോണ്ടാക്റ്റ് നടന്നിട്ടുണ്ടാവുക. കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത ഒരു ഡേറ്റ് പറയാൻ പറ്റുമോ? അത്രയ്ക്ക് നമുക്ക് കറക്റ്റ് ഡേറ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതൊരു ഒക്ടോബർ 1st വീക്കോടെ കൂടി ആയിരിക്കാം കോണ്ടാക്റ്റ് നടന്നിട്ടുണ്ടാവുക, ഇപ്പോഴത്തെ സ്കാനിങ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മൾ ഡേറ്റ് നോക്കുകയാണെങ്കിൽ. താങ്ക് യു ഡോക്ടർ.
എക്സ്ക്യൂസ് മീ, പ്ലീസ് കം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ദുർഗ മാഡം, പ്ലീസ്. ഞാൻ 1-2 കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്, അനുപമ എന്ന കുട്ടിയെക്കുറിച്ച്. ഓക്കെ, പറയൂ. പൊതുവെ സ്കൂളിൽ അനുപമ എങ്ങനെയായിരുന്നു? അവൾ നല്ല ആക്റ്റീവായിരുന്നു, പിന്നെ നല്ല ഇൻ്റലിജൻറ്റ് കുട്ടിയാണ്, നല്ല മിടുക്കി കുട്ടിയാണ്. സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് മുതൽ നവംബർ 15 വരെയുള്ള ദിവസങ്ങളിൽ അനുപമ ആബ്സെൻ്റ് ആയിരുന്നോ? ഏതൊക്കെ ദിവസങ്ങളിലാണ് ആബ്സെൻ്റ് ആയിരുന്നതെന്നൊന്ന് അറിയാൻ പറ്റുമോ? ഒന്ന് നോക്കട്ടെ. അനുപമ 9C ആണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഏതു മാസമാണെന്ന് പറഞ്ഞേ? സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് മുതൽ. ഓക്കെ. ഒക്ടോബർ ഒരു 3-ാം തീയതി ലീവായിരുന്നു. പിന്നെ ഒക്ടോബർ 7th. ഓക്കെ. പിന്നെ നവംബർ 6th, പിന്നെ നവംബർ 12 ലീവായിരുന്നു. ഈ 4 ദിവസമാണ് ലീവായിട്ട് ഞാനിതിൽ കാണുന്നുള്ളൂ. സസ്പെക്ട് ചെയ്യേണ്ട ഒരു 4 ഡേറ്റ് ആണ് ഒക്ടോബർ 3, 7, നവംബർ 6, 12. ഈ ഒരു 4 ദിവസം കുട്ടി സ്കൂളിൽ ആബ്സെൻ്റ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് കൺസീവ് ചെയ്യാൻ സാധ്യതയുള്ള ദിവസം സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 5 വരെയാണ്. So the common date is October 3. ഒക്ടോബർ 2-നാണ് മോളുടെ ബർത്ത്ഡേ. അന്ന് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനുപമയുടെ റൂമിലെ ഗിഫ്റ്റുകളുടെ ഫോട്ടോസ് നോക്കുന്നതിനിടയിലാണ് ആ ഒരു ഗിഫ്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഗിഫ്റ്റ് ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ആ മാം, നമ്മുടെ ഇവിടെ വരുന്ന പ്രൊഡക്റ്റാണ്, ഇവിടുന്ന് സെയിലായതായിരിക്കും. എന്നാ വാങ്ങിച്ചെന്നുള്ള ഡേറ്റ് കൃത്യമായി അറിയാൻ പറ്റുമോ? അതിപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ പറ്റിയ? ഞാനൊരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ഇൻഫോർമേഷൻ കിട്ടണം. ഓ മാം, ആ ഫോട്ടോ ഒന്ന് കാണിക്കൂ. മാം, ഇതൊരു ഒക്ടോബർ 3-ാം തീയതിയായിട്ടാണ് സെയിൽ പോയിട്ടുള്ളത്. സമയം രാവിലെ 9 മണി. പൊതുവേ 9-9:30 സമയത്ത് ആ, തിരക്കുള്ളതാണ്. തിരക്കുണ്ടാവാറുണ്ട്. എനിക്ക് ആ CCTV വിഷ്വൽസ് ഒന്ന് കാണണം. വിഷ്വല് കുറച്ച് സമയം എടുക്കും മാഡം. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇതാ മാം, നോക്കിയോ? ഇതിൽ ഷോപ്പിലാരും വന്നതായിട്ട് കാണുന്നില്ലല്ലോ. ഇല്ല മാം, അങ്ങനെ വരാൻ വഴിയില്ല. എൻ്റെ ആ ടൈമിലാണെങ്കിൽ ആ സമയത്തായിരിക്കും പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാവുക. സാധാരണ ഈ സമയത്ത് ബില്ലിംഗ് സെഷനിൽ ആരാണ് ഇരിക്കാറ്? ആ സമയത്ത് സാറായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതെനിക്ക് ഓർമ്മയുണ്ട് മാഡം. ഇത് ഇവിടുന്ന് പുറത്തുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അന്ന് രാത്രിയിൽ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്തായിരുന്നു ആ പയ്യൻ വന്നത്. ഇതിന് 150 രൂപ. പിന്നെ ബില്ല് വേണമെങ്കിൽ ഇന്ന് പറ്റില്ല, ഞാൻ ക്ലോസ് ചെയ്തു. ബില്ല് വേണ്ട. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എൻ്റെ ബില്ലടിച്ചത്.
ആരാണ് ആ പയ്യൻ? കറവക്കാരന്റെ മകൻ സന്ദീപ്. ആ വീട്ടിൽ സ്ഥിരമായി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു കറവക്കാരൻ. അയാൾക്കൊരു ദിവസം സുഖമില്ലാതിരുന്നപ്പോൾ കൂടെ പോയതാണ് മകൻ. അച്ഛനറിയാതെ അവൻ അവളെ കാണാൻ പോകുന്നത് പതിവായി. അങ്ങനെ അവർ ഒരുപാടെടുത്തു. ഇന്നെന്താ അച്ഛൻ്റെ കൂടെ വരാഞ്ഞേ? അച്ഛൻ അറിയാതെ വന്നത്. അതെന്താ? ഒന്ന് കാണാൻ. എന്തിന്? ഒന്നുമില്ല. എന്താണ്? ഒക്ടോബർ 2 കുട്ടിയുടെ ബർത്ത്ഡേ ദിവസം ഗിഫ്റ്റുമായി സന്ദീപ് കുട്ടിയെ കാണാൻ വീട്ടിലെത്തി. ബാല്യത്തിന്റെ അറിവില്ലായ്മയിൽ തെറ്റ് സംഭവിച്ച ഒരുപാട് അനുപമമാർ നമുക്ക് ചുറ്റുമുണ്ട്. അറിവില്ലായ്മയിൽ നിന്ന് സംഭവിച്ചതെന്ന് സമൂഹം പറയുമ്പോഴും അത് അതേപോലെ അംഗീകരിക്കുകയല്ല വേണ്ടത്. വിദ്യാർത്ഥികൾ ചെറുപ്രായത്തിൽ തന്നെ അറിവുള്ളവരാവുകയും സ്വയം സംരക്ഷകരായി മാറുകയും ചെയ്തില്ലെങ്കിൽ അനുപമമാരുടെ എണ്ണം കൂടും. ഇനിയും ഒരു അനുപമ ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ.